നമസ്കാരം, വൈശാഖാണ്. ഞാൻ ആക്ച്വലി ഇന്നലെ രാത്രിയിൽ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പോസ്റ്റ് ചെയ്തിരുന്നു കറാമയിലെ റംലാൻ രാത്രികളെ കുറിച്ച്. അതെന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ് ഞാൻ അവിടെ പറഞ്ഞത് കേട്ടോ. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വെൽ സെഡ്, ഇത് ആരോട് പറയാനുള്ള കാര്യം. മറ്റു ചില ആൾക്കാർ എന്നോട് ചോദിക്കുകയും ചെയ്തു, കറാമയിൽ ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ടോ, അവിടെ വന്നെങ്കിൽ മാത്രമേ ആ വൈബ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും എന്നുള്ള കാര്യം. എനിക്ക് ഈ സമയത്ത് അവിടെ വന്നിട്ട് ആ വൈബ് അറിഞ്ഞ് പ്രത്യേകിച്ചൊന്നും കേട്ടാനില്ല. ഇതൊരു പുണ്യമാസമാണല്ലേ. നമ്മൾ ഈ മാസത്തിന്റെ എല്ലാ പുണ്യവും റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ റേഡിയോ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഈ റംലാൻ വരുന്നതിന് ഒരു 2-3 ആഴ്ച മുൻപ് ചെയ്യുന്ന ഒരു വലിയൊരു പണിയുണ്ട്. ഞങ്ങളുടെ പ്ലേലിസ്റ്റിൽ നിന്ന് ഫാസ്റ്റ് നമ്പേഴ്സ് എല്ലാം ഞങ്ങൾ ഹോൾഡ് ചെയ്യും. ഫാസ്റ്റ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും വൾഗാരിറ്റി ഉള്ള പാട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശപ്പെട്ട എന്തെങ്കിലും വാക്കുകൾ, അല്ലെങ്കിൽ മറ്റ് ചില വാക്കുകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന പാട്ടുകളുണ്ടെങ്കിൽ ഞങ്ങളത് ഹോൾഡ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസങ്ങളിൽ പാട്ട് പോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നവർ വളരെ കുറവാണെന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളവരുണ്ടെങ്കിൽ പോലും, അതായത് നോമ്പെടുത്ത് വിശ്വാസത്തോടു കൂടി തന്നെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ പോലും, റേഡിയോയിലൂടെ അവർക്കൊരിക്കലും ഇത്തരത്തിലുള്ള ആഘോഷമുള്ള തട്ടുപൊളിപ്പൻ പാട്ടുകൾ കൊടുത്ത് അവരെ ഒരു മോശപ്പെട്ട രീതിയിലൂടെ ചിന്തകൾ കൊണ്ടുപോകണ്ട എന്നൊരു ചിന്തയോടുകൂടി തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ഈ പുണ്യമാസത്തിനോടുള്ള ഞങ്ങളുടെ പൂർണ്ണമായ റെസ്പെക്ട് കൊണ്ട് തന്നെയാണ്. ഇപ്പം ആക്ച്വലി കറാമയിൽ വരുന്ന ഓരോരുത്തരും ഇതെന്ത് മാസമാണെന്ന് പോലും അറിയാതെയാണ് പലതും പെരുമാറുന്നതെന്ന് എനിക്ക് പല വീഡിയോസും കാണുമ്പോൾ തോന്നുകയാണ്. അവിടെ നടക്കുന്ന പരിപാടിയുടെ പേര് റംലാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ എന്നാണ്. നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇഫ്താറിന് ഒരുമിച്ച് പോകും, സുഹൂറിന് നിങ്ങൾ ഒരുമിച്ച് പോകും, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകും. പക്ഷേ ഇപ്പറഞ്ഞ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ തന്നെ നമുക്ക് വേറെ പല മാസങ്ങളും ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഫെസിലിറ്റീസും ഇവിടെ ദുബായിലുണ്ടല്ലേ. അപ്പൊ അന്നേരം ചെയ്താൽ പോരെ. എന്തിനാണ് ഈ പുണ്യമാസത്തില് ആ മാസത്തിന്റെ എല്ലാ പവിത്രതയും നഷ്ടപ്പെടുത്തുന്നത്? എനിവേ, കറാമയിൽ വരുന്ന ആൾക്കാര് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ള കാര്യം. ഇതൊരു പുണ്യമാസമാണ്. ഈ പുണ്യമാസത്തിന്റെ എല്ലാ പുണ്യവും എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും റംലാൻ കരീം.